അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. നമ്മളിന്ന് പോകാൻ പോകുന്നത് കേരളത്തിൻ്റെ ഗതിമാൻ എന്നറിയപ്പെടുന്ന ട്രെയിൻ നമ്പർ 12678 എറണാകുളം KSR ബംഗളൂരു ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റിലാട്ടോ. കേരളത്തിൻ്റെ ഗതിമാൻ എന്നാണ് ട്രെയിനിന് പറയാം. പക്ഷേ ഇപ്പോൾ ട്രെയിൻ കുറച്ച് കാലത്തേക്കായിട്ട് KSRൻ്റെ പകരം SMBTയിലേക്ക് ഷോർട്ട് ടെർമിനേറ്റ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ആ ട്രെയിനിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു യാത്രാ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടുന്ന് കോയമ്പത്തൂർ വരെ നമ്മുടെ ഗാർഡ് സെക്ഷനൊക്കെ ആസ്വദിച്ചിട്ട് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാട്ടോ കൊണ്ടിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇട്ടിരിക്കുന്നത്. ലോക്കോ കുറച്ച് ഔട്ടിലാണ് നിൽക്കണം. അതുകൊണ്ട് എനിക്ക് ലോക്കോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ചെയർക്കാരുണ്ടോ. നോർമൽ സെക്കൻഡ് സീറ്റിംഗ് 2 ചെയർക്കാർ AC, അതുപോലെ തന്നെ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ട്രെയിൻ വേണ്ടത്. പിന്നെ 2 ജനറേറ്റർ കാർ. ഇങ്ങനെയാണ് നമ്മുടെ കോച്ച് കോമ്പോസിഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് യൂഷ്വലി അണ്ടർ സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വിൻഡോ സൈഡൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 9:10 ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് യാത്ര അടിപൊളിയായിട്ട് ആസ്വദിക്കാം. ഞാൻ ഈ ട്രെയിനിന് വരാൻ വേണ്ടി ഞാൻ തൃശ്ശൂരിൽ നിന്ന് മംഗളയിലാട്ടോ കയറിയ. മംഗള ലക്ഷദ്വീപിന് ഒരു 6:10 കയറിയിട്ട് ഞാനിവിടെ എറണാകുളം വന്നിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. ഒരു 8:15 ആകുമ്പോഴാണ് എറണാകുളം വന്ന് കയറിയത്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ നമ്മൾ വന്ന് കയറി നമ്മൾ നേരെ ചെന്ന് സ്റ്റേഷനിൽ നിന്ന് UTS വഴിയാണ് നമ്മൾ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തത് കേട്ടോ. 100 രൂപയാണ് എനിക്കായത് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർ വരെ കേട്ടോ. ഒരു രാവിലെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു വൈകിട്ട് ഒരു 7:30, ഇവിടെ നിന്ന് ഒരു 9:10 എടുത്തിട്ട് ഒരു 7:00 7:45 നമ്മൾ KSR എത്താൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ KSR പോവില്ല. ഇപ്പോൾ ഈ ട്രെയിൻ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്ത് SMBT വരെയാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം പിടിച്ച് തന്നെയാണ് ഇത് ഓടിയെത്താം. ഇപ്പോൾ ഈ ഓവർനൈറ്റ് ട്രെയിൻസ് ഒന്നും ടിക്കറ്റ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇതിലെടുത്തോളൂ കേട്ടോ. നല്ല സ്പീഡിൽ പോകുന്ന ട്രെയിനാണ്. ഗതിമാനാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. റെയിൽ ഫാൻസ് അതിനാണ് വിളിക്കുന്നത്. ഒരു അടിപൊളി ട്രെയിൻ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി വിൻഡോ സൈഡൊക്കെ പിടിച്ചിട്ടുണ്ട്. 9:10 ആകുമ്പോൾ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കും. ഈ സമയത്ത് ഇപ്പോൾ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഇപ്പോൾ 2 ട്രെയിനായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് ടാറ്റാനഗർ, ഒന്ന് പുലർച്ചെ വന്ന ടാറ്റാനഗർ എറണാകുളം, പിന്നെ അപ്പുറത്ത് നിസാമുദ്ദീൻ മംഗളമായിട്ടോ കിടക്കുന്നത്. അപ്പോൾ മംഗള 10:00 എറണാകുളത്തിൽ നിന്ന് പോകുക. അപ്പോൾ 8:30 ഒരു 9:15 9:30 ആകുമ്പോഴേക്കും മംഗള എടുത്തിട്ട് മിക്കവാറും സെക്കൻഡ് അല്ലെങ്കിൽ തേർഡിലാണ് മംഗള എപ്പോഴും എടുക്കാറ്. അപ്പോൾ ഷണ്ടിന്ന് മിക്കവാറും മംഗള അവിടെ വിടുണ്ടാവും. അപ്പോൾ ആ സമയം വരെ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ മെയിൻ്റനൻസ് കഴിഞ്ഞ് വണ്ടി ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി പ്ലാറ്റ്ഫോം അലോട്ട് ചെയ്യണതിന് ഒരു 1 മണിക്കൂർ മുന്നേ അവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ട് റിവേഴ്സ് വന്ന് കറക്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഷണ്ട് ചെയ്ത് കയറാം. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ ആയിട്ട് അവിടെ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ആ സൂം ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അത്യാവശ്യം പുറത്ത് നിൽക്കണോണ്ട് തന്നെ നമുക്ക് അത് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രാക്കിൻ്റെ അവിടെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് കോയമ്പത്തൂർ എത്തുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിനിൻ്റെ AC ചെയർക്കാർ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. 2 AC ചെയർക്കാറാണല്ലോ കേട്ടോ. മുന്നത്തെ ഇന്റർസിറ്റിക്ക് എന്ന് പറയുമ്പോൾ ഒരു AC ചെയർക്കാർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ LHPക്ക് കൺവേർട്ട് ചെയ്യുന്ന ശേഷമാണ് 2 AC ചെയർക്കാർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ACയിലെ ടിക്കറ്റ്സ് കിട്ടാനും കുറച്ചുകൂടെ കൺവീനിയൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വരുന്തോറും നമുക്ക് ഈ ട്രെയിനിൽ. നമ്മുടെ ലോക്കോ വരുന്നത് വഡോദരയുടെ P7 ആട്ടോ. അപ്പോൾ ഇതിപ്പോൾ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. HOGയുടെ കണക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ട് പിടിപ്പിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ജനറേറ്റർ കാർ ആ സമയമ്പോഴേക്ക് ഓഫ് ചെയ്യും HOGയുടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ വന്ന് കയറിയുണ്ടാവുന്നു കേട്ടോ. ജനറലിൽ വലിയ തിരക്കില്ലായിരുന്നു. ഒരു സൺഡേ ആയിട്ട് പോലും നമുക്ക് എറണാകുളത്തിൽ നിന്ന് സ്റ്റാർട്ടിങ് നിങ്ങൾ ബാംഗ്ലൂർ പോകാൻ വേറെ ട്രെയിനിൽ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു 8 മണി 8:15 ആകുമ്പോൾ ട്രെയിൻ പിടിക്കും കേട്ടോ. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻപേറ്റ് ജേർണി ചെയ്യാം. ജനറൽ സീറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. ബാംഗ്ലൂർ പോകണ ഒരു വീക്കെൻഡ്സ് ആയാലും ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ്സ് ചെയർക്കാറിലും സെക്കൻഡ് സീറ്റിങ്ങിനും കിട്ടിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറലിൽ ഒരു ഷുവർട്ടി ഉണ്ട് സീറ്റിനുള്ളത്. നേരത്തെ പറഞ്ഞിട്ടോ. അല്ലാണ്ട് 9 മണിയുടെ ട്രെയിൻ 9:10 ട്രെയിൻ 8:30 കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. ഒരു 8 മണി ആ മാർക്കിലൊക്കെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഇപ്പോഴും ട്രെയിൻ കാലിയാട്ടോ. ജനറൽ അത്യാവശ്യം സീറ്റുകളുണ്ട്. ഒരു സമയം ഇപ്പോൾ ഒരു 8:30 അടുപ്പിച്ചായി. ഇതിൻ്റെ പോലെ നമുക്ക് അത്യാവശ്യം സീറ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. എന്നും ഇതേ കണ്ടീഷൻ ആവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി. ഇത് കണ്ടില്ലേ, അത്യാവശ്യ രീതിക്ക് സീറ്റുകൾ കാലിയാട്ടോ. ഇതിപ്പോൾ ഞാൻ ജനറലിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ കാണിച്ചു തരണം. കണ്ടില്ലേ, മൊത്തം രീതിക്ക് സീറ്റുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ വന്ന് നിങ്ങൾക്കൊന്ന് ഇതിൽ ടിക്കറ്റ്സ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജനറൽ തന്നെ കയറാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ അങ്ങനെ നിൽക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഒരു പ്രശ്നമായിട്ടിരുന്നാൽ മതിയായിരുന്നു. ഞാനിപ്പോൾ ഈ ലോക്കോ ഷണ്ട് ചെയ്യണ സമയത്ത് പുറത്ത് കുറച്ച് ചേട്ടന്മാർ നിൽക്കണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ തന്നെ വർക്ക് ചെയ്യാം, റെയിൽവേയിൽ തന്നെ വർക്ക് ചെയ്യണം. അതുകൊണ്ട് ചോദിച്ചു എങ്ങനെ ലോക്കോ അലോട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് ലോക്കോ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ലോക്കോ ഷെഡ്യൂളിലത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഏതാണോ അലോട്ട് ചെയ്ത് കിട്ടേണ്ട ലോക്കോ അത് തന്നെ വിടുള്ളൂ. ഇപ്പോൾ നമ്മുടെ KSR ബാംഗ്ലൂരിന് എപ്പോഴും P7 കിട്ടിക്കൊള്ളുന്നില്ല. P7ൻ്റെ ഷോർട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ P4 ആവും കൊടുത്തുവിടുക, അല്ലെങ്കിൽ ചിലപ്പോൾ അതും ഇല്ലെങ്കിൽ DC ലോക്കോ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ അത് അവരാണ് തീരുമാനിക്കുക. അപ്പോൾ മിക്കതും നമ്മുടെ ഇപ്പോൾ LHB അതിന് ശേഷം ഇതുവരെ P7 തന്നെ കിട്ടിയിട്ടുള്ളൂ. ഇതുവരെ P4 അങ്ങനെയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻ കേസ് അത്രയും ഷോർട്ടേജ് വരാന്നുള്ള സമയത്ത് മാത്രമാണ് P4 കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ കൊണ്ടിട്ട് കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു മെസ്സേജ് പോകും അത്ര. അതിനനുസരിച്ചിട്ടാണ് അവരവിടെ നിന്ന് ലോക്കോയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ലോക്കോ ഷെഡിൽ നിന്നുള്ള ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടാവും ലോക്കോ നമുക്ക് നമ്മുടെ ട്രെയിൻ അലോട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ വണ്ടി കറക്റ്റ് 9:10 ആകുമ്പോൾ എറണാകുളം സൗത്തിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റേഷനിൽ നിന്ന് ഔട്ടർ ഇറങ്ങി വരികയാണ്. സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ. കേരളത്തിൽ വന്ദേ ഭാരത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു ട്രെയിനാണ് കേട്ടോ ഈ ഇന്റർസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഗതിമാനെ വിളിക്കണതിൻ്റെ കാര്യം തന്നെ അതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂർ വരെയുള്ള സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ കഴിഞ്ഞാൽ തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഇങ്ങനെയാട്ടോ ഈ വണ്ടിയുടെ സ്റ്റോപ്പിങ്സ് ഉള്ളത്.
നമ്മളങ്ങനെ ഔട്ടർ ലൈനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈൻ തിരിഞ്ഞു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളം സൗത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ട്രെയിൻസ് മെയിൻ്റനൻസിന് പോകുന്ന ഒരു റൂട്ടാട്ടോ അത്. അപ്പോൾ നമ്മളിത് നേരെ ലെഫ്റ്റ് എടുത്ത് പോകും, അങ്ങനെ റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അത് കോട്ടയത്തിലേക്ക് പോകുന്ന റൂട്ടാട്ടോ. പണ്ടൊക്കെ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്തിട്ട്, ഇപ്പോൾ ട്രെയിനുകൾ ബൈപ്പാസ് ചെയ്തുള്ള പോകണേ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തിലേക്ക് ട്രെയിൻ വന്ന് വേണാടും കേരളമൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വന്ന് ഈ ലൈനിൽ കൂടെ വന്ന് കയറിയിട്ടാണ് സൗത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ നമ്മുടെ എറണാകുളം ടൗൺ ബൈപ്പാസ് ചെയ്ത് പോകണത്, എറണാകുളം ടൗണിലേക്ക് ബൈപ്പാസ് ചെയ്ത് കയറിയിട്ടാണല്ലോ പോണത്. നമ്മളിതിങ്ങനെ ഔട്ടറിൽ പതുക്കെ ഇങ്ങനെ എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വളഞ്ഞ് കാണാൻ നല്ല രസമുണ്ടല്ലോ നമ്മുടെ ട്രെയിൻ. ഈ അടിപൊളി രസം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഗാർഡ് സെക്ഷനാകുമ്പോഴാണ് കേട്ടോ. പാലക്കാട് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിന് മുമ്പുള്ള സെക്ഷൻ. നമ്മളെടുത്തോടെ തന്നെ സ്പീഡ് കേട്ടോ പോണത്, നല്ല സ്പീഡ് എന്ന് വെച്ചാൽ ആ ഒരു കുടുത്തപ്പം തന്നെ നല്ലൊരു ഇതിലാണ് P7 ആക്സിലറേറ്റ് ചെയ്ത് പോണേ. അപ്പോൾ നമ്മളെ സൗത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് നേരം ഒന്ന് സ്ലോ ആയിരുന്നു കേട്ടോ. പിന്നെ നോർത്തിൽ കയറി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി നല്ല സ്പീഡാട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആലുവയാണ്. ആലുവ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂരാണ്. ആലുവ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാട്ടോ. ഇതിപ്പോൾ ഒരു നല്ല തിരിവിലുള്ള സ്റ്റേഷനെ കൊണ്ടാണ് ഇവിടെ നോർത്തിൽ ഈ ലോക്കോ ബെൽറ്റ് നല്ലോണം ഈ ഹോൺ അടിച്ച് പോകണം, അല്ലെങ്കിൽ ആ തിരിവിലൊക്കെ പ്രശ്നമാവും. ഇതേപോലെ നമുക്കൊരു ട്രെയിൻ കയറി വരുന്നുണ്ട്. കുറച്ച് മുന്നേ കണ്ട ട്രെയിൻ കയറിപ്പോയത് കേരള സമ്പർക്രാന്തി ആട്ടോ. ചണ്ഡീഗഡ് കൊച്ചുവേളിയാണ് കയറിപ്പോയത്, ചണ്ഡീഗഡ് തിരുവനന്തപുരം നോർത്ത്. അപ്പം അത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തിരുവൊന്ന് എത്തിയപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടോ. വീണ്ടും നമ്മൾ സ്പീഡാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലുവയിൽ നിർത്തുള്ളൂ കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ്നെസ് ഉള്ള കോച്ചുകളാട്ടോ. പക്ഷേ ഇവിടെ ജനറൽ കോച്ചിലെ ആൾക്കാർ എന്താ പറയുക, സീറ്റിൽ ചെറുതായിട്ട് ഞാൻ എൻ്റെ അപ്പുറത്തെ സീറ്റിലൊക്കെ കുറച്ച് ഓയിൽ കുറച്ച് വൃത്തിയാണൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മറ്റേ സെക്കൻഡ് സീറ്റിങ്ങിലൊക്കെ നോക്കിയപ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സെക്കൻഡ് സീറ്റിങ്ങിലും റേസിലൊക്കെ നല്ല വൃത്തിയുണ്ട്. എടപ്പള്ളിയിലും നമ്മൾ എടപ്പള്ളി തിരിക്കുക കേട്ടോ. ഇവിടെ സാധാരണ നമുക്കൊരു ക്രോസിംഗ് ഒക്കെ കാണാറുള്ളതാണ്. ഈ ഗുരുവായൂർ പാസഞ്ചർ നേരത്തെ കയറിപ്പോയത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഒന്നുമില്ലാത്ത. പക്ഷെ ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് 11:30 ഒരു മെമോ ഉണ്ട്, അതിന് വേണ്ടി നിൽക്കണവരുണ്ടാവും പോകാനായിട്ട് കേട്ടോ. അപ്പം ഇങ്ങോട്ട് എറണാകുളത്തേക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനൊന്നുമില്ല. നമ്മളപ്പോൾ എടപ്പള്ളി അടിപൊളിയായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇതേ ട്രെയിനിൽ മുന്നേ യാത്ര ചെയ്തിട്ടുണ്ടോ. അത് തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരാണ് യാത്ര ചെയ്തത്. അത് ആ സമയത്ത് ഇത് ICF ആയിരുന്നു കേട്ടോ. ഇപ്പോൾ LHB ആയിട്ട് ഞാൻ കുറച്ച് ലേറ്റായി, ബാക്കിയുള്ളവരൊക്കെ നേരത്തെ വീഡിയോ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഈ സമയത്ത് ഒരു തിരക്കായി പോയി, അതുകൊണ്ടാണ് എനിക്ക് കുറേ ട്രെയിനുള്ള LHB റൗണ്ടൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളും കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ ട്രെയിനിൻ്റെ ഒരു ചെറിയൊരു യാത്ര ആണെങ്കിൽ പോലും ആ LHB ഒന്ന് ആസ്വദിച്ച് പോകുന്നുള്ള രീതിക്കാട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ എടപ്പള്ളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എടപ്പള്ളി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് 12:45 കോയമ്പത്തൂർ പറഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ കറക്റ്റ് ഓടിയെത്തുമോ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഹോൾട്ട് ആലുവയിൽ വന്ന് കയറിയിരിക്കുക കേട്ടോ. എറണാകുളം സൗത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആലുവയിലാണ് ഉള്ളത്. ആലുവ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് തൃശ്ശൂരാട്ടോ. അപ്പോൾ നമ്മൾ ആലുവയിലേക്ക് ഇൻ്റർസിറ്റി കയറിക്കൊണ്ടിരിക്കുകയാണ്. ആലുവയിൽ നിന്നൊക്കെ നല്ല തിരക്ക് കയറാനുണ്ടോ നമ്മുടെ ട്രെയിനിലേക്ക്. ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വേണാട് വന്നുകൊണ്ട് കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ അനൗൺസ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് പിന്നെ രക്ഷപ്പെട്ട് പോണത്. അല്ലെങ്കിൽ എന്തായാലും ട്രെയിൻ മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ആലുവയിൽ വന്ന് നിർത്തിയിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടുന്ന് കയറാനായിട്ട് നമുക്ക്. ഇപ്പോൾ മിക്കവാറും ഈ ട്രെയിൻ ഇപ്പോൾ ഒരുവിധം ഫില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആലുവയിൽ വന്ന് നമ്മൾ ആൾക്കാർ കയറി അപ്പം തന്നെ നമ്മുടെ ട്രെയിൻ വിട്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് ഹോൾട്ടായ ആലുവയിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് തൃശ്ശൂരായിട്ട് അടുത്ത സ്റ്റോപ്പ്. ഇപ്പോൾ ഇൻ്റർസിറ്റിയിൽ അത്യാവശ്യം ആൾക്കാർ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ആ വേണാട് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ സെയിം കളറിലുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, ഒരേ റേക്ക് ആയതുകൊണ്ട് തന്നെ.
ഇപ്പം നമുക്ക് നല്ല പുത്തമുറിയ കോച്ചസാണ് നമ്മുടെ സദേൺ ഈ ട്രെയിനിന് ഇന്ത്യൻ റെയിൽവേ തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ വലിയ കാര്യമാണ്. അല്ലാണ്ട് മെയിൻ്റെനൻസ് ഇല്ലാണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റേ ബാത്റൂമൊക്കെ വൃത്തികേടാക്കി യൂസ് ചെയ്ത് അവിടെ ഇവിടെയും കാര്യങ്ങളും വേസ്റ്റൊക്കെ ഇട്ട് ഓരോന്നൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ വൃത്തിയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ പോണ പോലത്തെ ട്രെയിനുകളൊക്കെ ആവും. വൃത്തിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ റേക്ക് അടിപൊളിയായിട്ട് തന്നെ പോയി. ഇപ്പോൾ എനിക്ക് കയറിയിടത്തോളം നല്ല പുത്തൻ റേക്ക് തന്നെയാണ് കൊടുത്തിരിക്കണം. പക്ഷേ ഇപ്പോൾ ഞാൻ കയറിയപ്പോൾ തന്നെ അകത്ത് സീറ്റിലൊക്കെ കുറച്ച് എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ട്രെയിൻ നമ്മുടെ ആൾക്കാരും നമ്മൾ കയറുന്നവരും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി റേക്കായിട്ട് തന്നെ ഇത് അങ്ങോട്ട് കീപ്പ് ചെയ്ത് പോകാനും പറ്റും. നമ്മുടെ ഇൻ്റർസിറ്റി ശരിക്കും തൃശ്ശൂർ എത്തേണ്ട സമയം 10:20. നമ്മളൊരു 9:55 ആകുമ്പോഴേക്കും നമ്മൾ ഇരിഞ്ഞാലക്കുട കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ആകെ കുറച്ച് നേരം എടുക്കുള്ളൂ. ഒരു 10:30 എന്തായാലും 10:20 10:30 എന്തായാലും ഇൻ്റർസിറ്റി അടുത്ത ഹോൾട്ടായി തൃശ്ശൂർ സ്റ്റേഷനിൽ കയറട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം എവിടെ ലാഗൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ, അങ്ങനെ പിടിച്ചിടലോ ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല, വന്ദേ ഭാരത് കഴിഞ്ഞാൽ പിന്നെ ഹയസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ഇൻ്റർസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ റെയിൽ ഫാൻസ് ഗതിമാനെ വിളിക്കാൻ കാരണവും. അങ്ങനെ നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഒരു 10 മിനിറ്റ് ലേറ്റായിട്ട് തൃശ്ശൂരിൽ വന്ന് കയറിയിരിക്കുക കേട്ടോ. 10:20 വരേണ്ട നമ്മുടെ ഇൻ്റർസിറ്റി ഇപ്പോൾ 10:30 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കയറുന്നത്. ഇൻ്റർസിറ്റി അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. 3 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. മൊത്തത്തിലൊരു കോട മൂടി നിൽക്കുക കേട്ടോ. എപ്പോൾ വേണമെങ്കിലും മഴ പൊടിയാന്നുള്ളൊരു ലെവലിലാണ് നമ്മുടെ ക്ലൈമറ്റ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ഗഡ് സെക്ഷൻ വഴി പോകുമ്പോൾ ഭയങ്കര രസമാട്ടോ. ഇതിവിടെ നല്ലൊരു വളവും തിരിവൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലോക്കോ പൈലറ്റ് ഹോൺ അടിച്ച് പോകണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു വളവൊക്കെ അമ്മാരി ലെവലായതുകൊണ്ടാണ്. പിന്നെ ഗഡ് സെക്ഷനും കൂടിയാണ്. ഇവിടെയുള്ള ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഈ റൂട്ടിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ തിരിവ് വരണത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രെച്ചിൽ അത്യാവശ്യം ഹോൺ അടിച്ച് തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സ്പീഡിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. പക്ഷെ എന്നാലും മഴ ഈ സമയത്ത് പെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ട് ഭയങ്കര ഭംഗിയാട്ടോ. പക്ഷെ മഴ ചെറുതായിട്ടൊക്കെ പെയ്താൽ നമുക്ക് കുഴപ്പമില്ല, വലുതായിട്ട് പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുക്കാനുള്ള ഒരു പണി കിട്ടാൻ നമുക്ക്. പക്ഷേ ഇപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലൈമറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ തേപ്പിന് ശേഷം ശബരി എക്സ്പ്രസ് വടക്കാഞ്ചേരിയിൽ നിന്ന് ഇറങ്ങി വരിക കേട്ടോ. ഒരു 40-45 മിനിറ്റിന് മേലെ ശബരി വടക്കാഞ്ചേരിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ആ വന്ദേ ഭാരത് കൊടുത്ത തേപ്പ് തന്നെ തോന്നുന്നു കേട്ടോ. അങ്ങനെ തേപ്പ് കഴിഞ്ഞ് കയറി വരുന്ന ശബരിനെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ബംഗളൂരു ഇൻ്റർസിറ്റി അങ്ങനെ ട്രിവാൻഡ്രം ഡിവിഷൻ കഴിഞ്ഞ് പാലക്കാട് ഡിവിഷനിലേക്ക് കയറുക കേട്ടോ. അപ്പം ഇനി നമ്മുടെ വണ്ടി ഓടുന്നത് പാലക്കാട് ഡിവിഷനിലായിരിക്കും. അപ്പം ഇനി സ്പീഡിൻ്റെ ഒരു ഡിഫറൻസും വരും കേട്ടോ. ഇനി ഒരു 110 സ്ട്രെച്ച് പിടിച്ച് നമ്മുടെ വണ്ടി പോകും. അങ്ങനെ നമ്മൾ പാലക്കാട് ഡിവിഷൻ കയറി നമുക്ക് ആദ്യം തന്നെ വരുന്നത് ഭാരതപ്പുഴ കേട്ടോ. ഭാരതപ്പുഴയാണ് നിങ്ങൾ കാണുന്നത്. ഭാരതപ്പുഴ നമ്മുടെ പാലക്കാട് ഡിവിഷൻ തുടങ്ങിയ ഉടനെ വരുന്ന പുഴയാണ്.
നമ്മൾ നേരെ ചെന്ന് ബൈപ്പാസ് ചെയ്ത് കയറുന്നത് പാലക്കാട് ലൈനിലേക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഷൊർണൂർ ഇങ്ങനെ കയറി കോഴിക്കോട് ലൈൻ തിരിയും. നമ്മൾ ബൈപ്പാസ് ചെയ്ത് ഷൊർണൂർ പോകാണ്ടാണ് പാലക്കാട് ചെന്ന് കയറുക. ആ ഒരു ബൈപ്പാസ് ലൈനാണ് നമ്മളിപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ LHP കാറ്റഗറിയിൽ ഇൻ്റർസിറ്റി മാറാനുള്ള ഇൻ്റർസിറ്റി വെച്ച് നമ്മൾ പരശുറാം, പിന്നെ ഏറനാട്, ഈ ട്രെയിനുകളൊക്കെ എന്തായാലും LHP കാറ്റഗറിയിലേക്ക് ആവണം. അതൊന്നും മാറിയിട്ടില്ല. അതൊക്കെ ഏത് കാലത്ത് മാറുന്ന ആർക്കും അറിയില്ല കേട്ടോ. കാരണം അത് ഇപ്പോഴൊന്നും നോട്ടിഫിക്കേഷൻ വരുന്ന തോന്നില്ല. ഇപ്പോൾ നമുക്ക് വേണാട് നമ്മുടെ ഇൻ്റർസിറ്റി മാറിയത് തന്നെ വലിയ കാര്യം കേട്ടോ. കാരണം ഇൻ്റർസിറ്റി അത്യാവശ്യം മാറേണ്ട ഒരു ഡിമാൻഡുള്ള ട്രെയിൻ തന്നെയായിരുന്നു. അതൊരു കറക്റ്റ് സമയത്താണ് LHP ആക്കി മാറ്റിയത്. നമ്മുടെ പതുക്കെ നമ്മുടെ ട്രെയിൻ ആ 110 ഒരു സ്ട്രെച്ചിലോട്ട് കയറി എടുത്തു തുടങ്ങിയത് കേട്ടോ. ആക്സിലേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒറ്റപ്പാലത്തിൽ വെച്ച് പാലരുവിനെ കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ വണ്ടി കയറ്റി വിടാനുണ്ട്. പാലരുവി ഇപ്പോൾ അവിടെ കിടക്കണ വണ്ടി പാലരുവിയാണ്. പിന്നെ സീറ്റിങ്ങിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് നോർമൽ സിറ്റിംഗ് ഇല്ലേ, സെക്കൻഡ് സിറ്റിങ്ങിൽ നമുക്ക് 108 സീറ്റുകളാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഞാൻ പോയി നോക്കിയായിരുന്നു. തിരക്കായതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാത്തത്. പിന്നെ AC ചേർക്കാനുള്ളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 73 സീറ്റുകളാണ് വരുന്നത്. 73 സീറ്റുകളാണ് വരുന്നത്. അത് നമുക്ക് മറ്റേ പുഷ് ബാക്ക് ചെയ്യാൻ പറ്റണ പോലത്തെ സീറ്റുകളാട്ടോ. ചെയർക്കാർ AC കേട്ടോ. സെക്കൻഡ് സിറ്റിങ്ങിൽ നമ്മൾ നോർമലായിട്ടിരിക്കുന്ന സീറ്റ് തന്നെയാണ്. വലിയ സുഖം ഉണ്ടാവില്ല. ഞാൻ പിന്നെയും പറയുകയാണ് സെക്കൻഡ് സിറ്റിങ്ങിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ജനറൽ പോവാണ്. കാരണം ജനറൽ സീറ്റ് എത്രയോ ഭേദമാണ് സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ സീറ്റ് വെച്ച് നോക്കുന്ന സമയത്ത്. റേറ്റും കുറവാണ്. ഒരു 15-10 രൂപയുടെ വ്യത്യാസവും വരും. സീറ്റ് നല്ലത് ജനറൽ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ചെയർക്കാർ AC ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ സെക്കൻഡ് സിറ്റിങ് കമ്പയർ ടു ജനറൽ തന്നെ അടിപൊളി. അങ്ങനെ നമ്മളിപ്പോൾ പാലക്കാട് ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഔട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ലേറ്റ് ഉള്ളൂ. നമ്മളപ്പോൾ പതുക്കെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കയറാണ്. അപ്പോൾ ഇതൊരു മെയിൻ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. ചാർട്ടിങ് വരുന്നൊരു സ്റ്റേഷനാണ്. പാലക്കാടും കോയമ്പത്തൂരിൽ നിന്നാണ് മെയിനായിട്ട് ആൾക്കാർ ഇറങ്ങി കയറാറ്. എനിക്ക് തോന്നുന്നു ഈ ട്രെയിനിൻ്റെ ഒരു അത്യാവശ്യം എറണാകുളത്തിൽ നിന്ന് കയറുന്നവരൊക്കെ പാലക്കാട് കോയമ്പത്തൂരിൽ കുറേ പേര് ഇറങ്ങും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കോയമ്പത്തൂരിൽ നിന്നും ഇതേപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കയറാറ്. അപ്പോൾ പാലക്കാട് ജംഗ്ഷൻ ആവാനുള്ള കാരണം ഞാൻ പറയാം കേട്ടോ. മെയിനായിട്ടൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷൊർണൂരിൽ നിന്നും അതുപോലെ തിരുവനന്തപുരത്തിൽ നിന്നും മംഗലാപുരത്തിൽ നിന്നും വരുന്ന ലൈനും അതേപോലെ ഈ പോകുന്ന ലൈൻ കണ്ടില്ലേ, ഇത് നമ്മുടെ പഴനി തിരുച്ചെന്തൂർക്ക് പോകുന്ന ഒരു ലൈനാണ് കേട്ടോ. അപ്പോൾ ഈ ലൈനും വന്ന് കയറണോണ്ട് തന്നെയാണ് പാലക്കാടിൻ്റെ ജംഗ്ഷൻ എന്ന് പേര് വരാൻ കാരണം. നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ വന്ന് കയറാണ്. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ വന്ന് കയറാം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇനി കറക്റ്റ് ഒരു 1 മണിക്കൂറും കൊണ്ടുണ്ട് നമ്മുടെ കോയമ്പത്തൂരിലോട്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ സ്റ്റേഷനാട്ടോ. നമ്മൾ ഇറങ്ങണതിന് മുന്നത്തെ സെക്കൻഡ് സ്റ്റേഷനാണ്. ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെയാവും വെള്ളമൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓരോ റേക്കിലേക്കുള്ള വെള്ളം ഇവിടെ നിന്ന് തന്നെയാണ് അവർ കയറ്റുണ്ടാവുക. അപ്പോൾ പാലക്കാട് എങ്ങനെ പോയാലും നമുക്ക് ഒരു 5 മിനിറ്റിന് വരെ ഹോൾട്ട് എന്തായാലും പാലക്കാട് ഉണ്ട് കേട്ടോ. ആ ഫസ്റ്റിൽ കിടക്കുന്ന ട്രെയിൻ എപ്പോഴും അവിടെ തന്നെയാട്ടോ കിടക്കാറ്. അത് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന വണ്ടിയാണ്. പഴനി വഴി പാലക്കാട് നിന്ന് MGR ചെന്നൈ സെൻട്രൽ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് വന്ന് കിടക്കുന്നതിന് മുന്നേ ഇവിടെ തിരുച്ചെന്തൂർ എക്സ്പ്രസ് കിടക്കും. അപ്പോൾ രാവിലെ 6 മണിക്കാണ് തിരുച്ചെന്തൂർ എക്സ്പ്രസ് ഇവിടെ നിന്ന് അടുത്ത് പോവാം. അപ്പോൾ ഈ 2 ട്രെയിൻ എപ്പോഴും പാലക്കാട് ജംഗ്ഷൻ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിട്ടോ കിടക്കുക. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ ജംഗ്ഷൻ ആവാനുള്ള കാരണം ഈ 3 ലൈൻ ഇവിടെ നിന്ന് പോകുന്നതുകൊണ്ടാണ്. ഈ ഒരു സ്റ്റേഷൻ കഴിയുമ്പോഴാണ് കേട്ടോ നമ്മുടെ ലൈൻ തിരിയുക. A ലൈനും B ലൈനും ഒന്ന് തിരിയുക. നമ്മൾ A ലൈൻ ലെഫ്റ്റ് എടുത്ത് നേരെ തിരിഞ്ഞു പോട്ടോ. B ലൈൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ലൈനാണ്. അപ്പോൾ ഈ കഞ്ചിക്കോട് സ്റ്റേഷനാണ് ഈ ഗഡ് സെക്ഷന് മുന്നേ ആയിട്ടുള്ളൊരു സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ആ തിരിയണ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ തിരിയും. നമ്മുടെ ലൈൻ ഇവിടെ നിന്ന് തിരിയും കേട്ടോ. നമ്മളിപ്പോൾ ലെഫ്റ്റ് പോവും, റൈറ്റിലോട്ട് പോകുന്നത് ഡൗൺ ലൈനാണ് കേട്ടോ. നമ്മൾ അപ്പ് ലൈനാണ്. A ലൈനിലാണ് നമ്മൾ പോവുക. B ലൈനിൻ്റെ നേരെ അങ്ങോട്ട് കാണാനാണ് B ലൈൻ. നമ്മൾ ലെഫ്റ്റ് എടുത്ത് A ലൈനിലോട്ട് കയറി. ആ സീനറി എത്ര വട്ടം ഈ വഴി വന്നാലും കണ്ടാലും മതിയാവില്ല കേട്ടോ. അത്ര ഒരു ഭംഗിയാണ് ഈ
പാലക്കാട് ടു കോയമ്പത്തൂർ ഈ 1 മണിക്കൂർ നമ്മൾ ഈ ഗാർഡ് സെക്ഷൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു സ്ട്രെച്ച് എന്ന് പറയണത്. ഇത്രയും ഫ്രണ്ടിൽ ഇരുന്നിട്ട് പോലും നമുക്ക് ആ ലോക്കോ തിരിയണ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ വാളയാർ എത്തിയിരിക്കുക കേട്ടോ. നമ്മുടെ കേരളത്തിലെ അവസാനത്തെ സ്റ്റേഷൻ നമ്മളിത് ഇപ്പോൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിപ്പോൾ ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് കയറും. അന്ന് ഞാൻ വാളയാറിലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മറ്റേ മെമൂല് കേട്ടോ, പാലക്കാട് ടൗൺ ഈറോഡ് മെമൂല് ഞാൻ വന്നിരുന്നു ഇവിടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ റൈറ്റിൽ നിന്ന് തിരിഞ്ഞു വരുന്ന ലൈനാട്ടോ ബി ലൈൻ. അപ്പോൾ അതാണ് ടുവേർഡ്സ് പാലക്കാട് പോകുന്ന ലൈൻ. നമ്മളിത് വീണ്ടും ലെഫ്റ്റ് എടുത്ത് നമ്മൾ പോകും. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുഴ പോലെ കാണാം, അതാണ് ബോർഡർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. ഞാനിപ്പോൾ ഇരിക്കണതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് വെൽക്കം ടു തമിഴ്നാട് എന്നുള്ള ബോർഡ് കാണാം. അങ്ങനെ നമ്മൾ ഈ പാലം കടന്ന് തമിഴ്നാട് കടന്നിരിക്കുക കേട്ടോ. ഈ പാലം കടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ എൻ്റർ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി കേരളത്തിൽ നിന്ന് എക്സിറ്റ് അടിച്ച് തമിഴ്നാട് കയറിയിരിക്കുക കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഒരു 40 മിനിറ്റ് കൂടെ മതി കോയമ്പത്തൂരിലോട്ട്. എവിടെയെങ്കിലും മറ്റേ മധുക്കര അല്ലെങ്കിൽ പോത്തന്നൂർ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതേപോലെ നമ്മുടെ മധുക്കര പോണ സമയത്താണ് ഗാർഡ് സെക്ഷൻ ഇന്ത്യ. മധുക്കര സ്റ്റേഷനിലോട്ട് കയറുന്നതിന് മുന്നേ ഗാർഡ് സെക്ഷൻ ഇന്ത്യ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ട്രെയിനിൻ്റെ സ്പീഡൊന്ന് കൂടും. ഇവിടെയൊക്കെ കുറച്ച് ഇത് വന്നിട്ടുണ്ടോ, ഒരു ഭംഗിയായിട്ടുണ്ട്. ആദ്യമൊക്കെ ഇവിടെ ഒരു ഫുള്ള് കാടായിരുന്നു കേട്ടോ. ഇപ്പോൾ താഴത്തെ ആ വഴിയൊക്കെ ഒരുമാതിരി ആക്കിയിട്ട് നല്ല രസമായിട്ടുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. നമ്മൾ കോയമ്പത്തൂരിൻ്റെ ഔട്ടർ കഴിഞ്ഞു, പോത്തന്നൂർ കഴിഞ്ഞു കേട്ടോ. അവിടെ പിടിച്ചിട്ടില്ല, അപ്പോൾ അതന്നെ വലിയൊരു ആശ്വാസമാണ്. കാരണം ഇതിന് മുന്നേ വന്ന് 2 വട്ടം അവിടെ പിടിച്ചിട്ടാണ് നമുക്ക് കോയമ്പത്തൂർ കയറാൻ നല്ല ലേറ്റ് ആയത്. അവിടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ്. പിന്നെ കാരണം സ്റ്റേഷൻ ക്ലിയറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ സിഗ്നൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോത്തന്നൂർ പിടിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അവിടെ പിടിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടിപ്പോയാൽ ഒരു 12:45 കോയമ്പത്തൂർ കയറുകയാണെങ്കിൽ എനിക്കിതിൻ്റെ തന്നെ ആ പെയറിംഗ് ട്രെയിനായ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി കിട്ടും. ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തായാലും ബസ്സിൽ ഞാൻ പോകേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ എത്താറായിട്ടുണ്ട്. പോയത് കേരള സൂപ്പർ ഫാസ്റ്റ് ആട്ടോ, ന്യൂഡൽഹി തിരുവനന്തപുരം സെൻട്രൽ. അങ്ങനെ നമ്മുടെ ചെറിയ യാത്ര അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ എത്താറായി. സ്റ്റേഷൻ്റെ പുറത്തുണ്ട് നമ്മളിപ്പോൾ. ഒരു 9:10 തുടങ്ങിയ യാത്ര നമ്മളൊരു 12:45 ഉള്ളിൽ കോയമ്പത്തൂർ ഒന്ന് കയറാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പുറത്തിങ്ങനെ നിൽക്കുകയാണ്, സ്റ്റേഷൻ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏതിൽ പിടിക്കുന്നതാണ് അറിയാത്തത്. 2-3 പ്ലസ് ചെയ്ത് പോകാറ്. അപ്പോൾ മിക്കവാറും അതിൽ തന്നെ പോകുന്നുണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മളിത് കോയമ്പത്തൂർ ജംഗ്ഷൻ വന്ന് കയറാൻ പോകാം കേട്ടോ. അപ്പോൾ സ്റ്റേഷനിൽ നമ്മൾ മിക്കവാറും 2ാമത്തേലെ പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. കാരണം 2ാമത്തേലേക്ക് തന്നെ കയറുന്നത് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. എങ്ങനെ പോകാൻ പറ്റുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം മറ്റേ ഇൻ്റർസിറ്റി കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. അത് ഓൾമോസ്റ്റ് കോയമ്പത്തൂർ എത്താറായെന്നാണ് എൻ്റെ ഒരു, ഞാനിപ്പോൾ നോക്കിയപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പോൾ എനിക്കിനി താഴെ ചെന്ന് ടിക്കറ്റ് എടുത്ത് വരുമ്പോഴത്തേക്കും മിക്കവാറും അത് പോകും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വീഡിയോ എൻഡ് ചെയ്യാനൊന്നും പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ എൻഡ് ചെയ്തിട്ടനുസരിച്ച് എന്താ ചെയ്യണമെന്നുള്ളത് മിക്കവാറും ഞാൻ ട്രെയിനിലാവും തിരിച്ചു പോവുക, അല്ലെങ്കിൽ ബസ്സിൽ തന്നെ ആവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് ഒരു ഡിലേയിൽ നമ്മൾ വന്ന് കയറാം കേട്ടോ കോയമ്പത്തൂർ ജംഗ്ഷനിൽ. ഭയങ്കര തിരക്ക് തന്നെയാണ് ഇവിടെ നിന്ന് കയറാനുള്ളത്. അത്യാവശ്യം ആൾക്കാരുണ്ട് കയറാനായിട്ട്. അപ്പോൾ ഇതൊരു ചാർട്ടിങ് സ്റ്റേഷനും കൂടിയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും കുറച്ച് നേരം ട്രെയിൻ ഇടും. അതിനിടയ്ക്ക് കുറേ ആൾക്കാരൊക്കെ ഓടി കയറാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളിത് കോയമ്പത്തൂരിൽ എത്തിയിരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ചെറിയ യാത്ര നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവസാനിപ്പിച്ചിരിക്കുക കേട്ടോ. ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് നല്ല അടിപൊളി ട്രെയിൻ തന്നെയാണ്. ഗതിമാൻ എന്ന് പറഞ്ഞാൽ വേറൊരു മാറ്റമില്ല കേട്ടോ. 9:10 എടുത്തിട്ട് നമ്മളൊരു 12:50 ആകുമ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ. ഈ നേരം വരയ്ക്ക് യാത്രയൊക്കെ നല്ല അടിപൊളി യാത്രയായിരുന്നു, ഒരു കുഴപ്പമില്ല കേട്ടോ. സെക്കൻഡ് സീറ്റിങ്ങിനെക്കാട്ടും ഞാൻ വീണ്ടും പറയുകയാണ്, ജനറലാണെങ്കിൽ സീറ്റ് കുറച്ചുകൂടെ നല്ലതാട്ടോ. പിന്നെ നമുക്ക് ഏത് നേരവും പാൻട്രി ഉള്ളതുകൊണ്ട് ഫുഡിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ജനറലിൽ ഫുൾ ടൈം ഫുഡും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി യാത്ര നമ്മളിവിടെ നിന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക, അതാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. പാക്കലാം ഗൈസ്, ബൈ.